തള്ളയായാലോ പ്രായം തോന്നിക്കുന്നുണ്ടെന്ന് ചെയ്യുന്നത് എന്തൊക്കെ വീട്ടിലുള്ളവരും പറയാൻ തുടങ്ങി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് എല്ലായ്പ്പോഴും പോലെ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് ഫേസ് ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കുറച്ച് ഫേസ് എക്സസൈസുകളും ഫേസ് മൂവ്സും അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ശരീരം വണ്ണം വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുഖം വണ്ണം വയ്ക്കും. ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം വണ്ണം വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ മുഖം വണ്ണം വയ്ക്കുന്നവരുണ്ടായിരിക്കും. എൻ്റെ ഒരു പ്രകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം വണ്ണം വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ മുഖം വണ്ണം വയ്ക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഫേസ് ഫാറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയെന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. പിന്നെ എങ്ങനെയാണ് ഞാൻ അത് കുറച്ചെടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഒരു മീഡിയം വണ്ണമുള്ളൊരു കുട്ടിയായിരുന്നു. വലിയ വണ്ണം കുറവുമില്ല, എന്ന് വെച്ചാൽ വലിയ വണ്ണം കൂടുതലും ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു 2 മാസം മുമ്പുള്ള എൻ്റെ ലുക്കാണ് നിങ്ങൾ ആ തമ്പനയിൽ ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ലുക്ക്. അത് വേറെ ഒന്നും കൊണ്ടല്ല ഉണ്ടായത്, ഫുഡ് അടി തന്നെയാണ്. ഫുഡ് അടി കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കയറി വണ്ണം വെച്ചത്. വേറെ ഒന്നല്ല, ഞാൻ കയ്യിൽ കിട്ടുന്ന എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു ആ ടൈമിൽ. എന്താ പറയുക, ഒത്തിരി ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനേക്കാളും കൂടുതൽ ഞാൻ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമായിരുന്നു ഒത്തിരി ഫുഡുകളൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ കയറി വണ്ണം വെച്ചത്. ഒരാഴ്ചയിൽ തന്നെ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ മന്തി മേടിച്ച് കഴിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നും, പക്ഷെ തള്ളല്ല ഗൈസ്, സത്യമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കൂട്ടിയതിന് കണക്കില്ല ഗൈസ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റൊക്കെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ എന്നെ പോലെയുള്ളവരുണ്ടായിരിക്കും, അവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ഒത്തിരി വൈകിട്ട് ഫുഡ് കഴിക്കും, കുറേ കഴിക്കും ചെയ്യും. എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ വണ്ണം പെട്ടെന്ന് കൂടിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് ആ കഴിച്ച് കൂട്ടിയതൊക്കെ നല്ലോണം റിസൾട്ട് വന്നു. അതിൻ്റെ ആ റിസൾട്ടാണ് ആ തമ്പനിയിൽ കണ്ട ഫോട്ടോ. അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയ്ക്ക് വണ്ണം ഇത്ര പെട്ടെന്ന് വെക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. മുഖമൊക്കെ ഇത്രയ്ക്ക് വണ്ണം വെക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ ചില്ലായി നടക്കായിരുന്നു. അപ്പോൾ 1-2 പേര് എന്നെ കുറേ നാളായിട്ട് കണ്ടവരുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഭയങ്കര വണ്ണം വെച്ചുല്ലോ എന്ന് പറഞ്ഞു, മുഖമൊക്കെ വണ്ണം വെച്ചുല്ലോ, തുടുത്തൂലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നാൾ വണ്ണം കുറവായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരങ്ങനെ പറഞ്ഞപ്പോൾ നല്ല കാര്യം, വണ്ണം വെച്ചത് നന്നായി എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലുള്ളവരും പറയാൻ തുടങ്ങി വണ്ണം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിലുള്ളവർ പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. വീട്ടിലുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നു. വണ്ണം വെച്ചാലാണ് ആരോഗ്യം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വണ്ണം വെച്ചത് കുഴപ്പമില്ല, നല്ല കാര്യം. ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് വണ്ണമൊക്കെ വേണം, എന്നാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്ത് അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടോൺ മാറി തുടങ്ങി, ഈ കമൻസിൻ്റെ ടോൺ മാറി തുടങ്ങി. നല്ല വണ്ണം വെച്ചു, എന്താ പറയുക, ഇങ്ങനെ ആയി തുടങ്ങി. എന്താ പറയുക, നല്ല ഉണ്ടൂലോ ഉരുണ്ടൂലോ, മുഖം ഭരണി പോലെ ആയല്ലോ. പിന്നെ നമ്മൾ വണ്ണം വെക്കുമ്പോൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ, പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, തള്ളയായല്ലോ, പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അത്രയ്ക്കും ഓവറായിട്ടൊന്നും കേട്ടില്ലെങ്കിലും അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞവരും ഉണ്ട്, ഇനി വണ്ണം അധികം വെക്കേണ്ട കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി വണ്ണം വെച്ച് കഴിഞ്ഞാൽ ബോറായിരിക്കും, ഇനി ഓവർ വണ്ണം വെക്കേണ്ട എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ ശരിയാണ്, ഞാൻ നല്ല വണ്ണം വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തതുണ്ടായിരുന്നു ആ സമയത്ത്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വണ്ണം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് കണ്ണാടിയിലൊക്കെ നോക്കാൻ തുടങ്ങി, എത്രത്തോളം ഞാൻ വണ്ണമായി എന്നൊക്കെ നോക്കി. അങ്ങനെയാണല്ലോ നമ്മൾ, കുറച്ച് പേര് കമൻസ് പറയുമ്പോഴായിരിക്കില്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനും അതുപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് വണ്ണം കുറയ്ക്കണം. എനിക്കറിയായിരുന്നു ഞാൻ ശരീരം വണ്ണം ഞാൻ കുറഞ്ഞോളും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കും, പെട്ടെന്ന് വണ്ണം കുറയുന്ന ടൈപ്പാണ്. അപ്പോൾ ശരീരം എങ്ങനെയും വണ്ണം കുറഞ്ഞോളും, കുഴപ്പമില്ല. പക്ഷേ ഫേസിലത്തെ വണ്ണം എനിക്ക് എങ്ങനെയായാലും കുറച്ചെടുക്കണം, അത് പതുക്കെ കുറയുള്ളൂ എന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് എങ്ങനെയും കുറച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്ത എക്സസൈസുകൾ, ഫേസ് എക്സസൈസുകൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 1 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വന്ന മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 1 മന്ത് ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ എക്സസൈസുകളാണ് ഞാൻ ചെയ്തതെന്ന്, എന്തൊക്കെ ഫേസ് മൂവ്സ് ആണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാൻ എക്സസൈസുകൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സസൈസ് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളത് കണ്ടിട്ട് പേടിക്കൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മളുടെ മുഖം ഇങ്ങനെ മുകളിലേക്ക് ആക്കുക, ഫേസ് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ
അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ചിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 10 പ്രാവശ്യം ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ 10 20 പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക, മനസ്സിൽ കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. രണ്ടാമത്തെ എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ എക്സസൈസ് ഭയങ്കര ഈസിയാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ വായ്ക്കകത്ത് കുറച്ച് എയർ പിടിക്കുക. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഫേസിലത്തെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചീക്കിലത്തെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോ ലൈൻ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് പിടിക്കുക, നേരത്തെ പിടിച്ച പോലെ. എന്നിട്ട് നമ്മുടെ ഈ നാവ് അപ്പോൾ ഈ എക്സസൈസ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഡബിൾ ചിന്ന് കുറച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഡബിൾ ചിന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിലത്തെ പകുതി ഫാറ്റ് കുറയും, പകുതി ഒരു വണ്ണം കുറയും നമ്മളുടെ ഡബിൾ ചിന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ഡബിൾ ചിന്ന് നന്നായിട്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്, നന്നായിട്ട് കുറയും ഡബിൾ ചിന്ന്. അപ്പോൾ ഇത് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെ എക്സസൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. വേറെ ഒന്നുമില്ല, ചിരി നിർത്തുക, അത്രയുള്ള പരിപാടി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കാണിച്ചു തരാം. ഈ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സ്ലിം ആക്കിയിട്ട് പിന്നെ നമ്മുടെ ഫേസ് നല്ല ഷേപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മളൊരു 10 പ്രാവശ്യമോ അല്ലെങ്കിൽ 20 പ്രാവശ്യമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാമല്ലോ. നമ്മൾ കുളിക്കുമ്പോഴോ കിടക്കുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസേ ഉള്ളൂ. ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മുടെ ചീക്കിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഫാറ്റ് കുറഞ്ഞു കിട്ടും. പിന്നെ നല്ല ഷേപ്പ് വരും നമ്മുടെ മുഖം. അഞ്ചാമത്തെ എക്സസൈസ്, ഏറ്റവും ലാസ്റ്റത്തെ എക്സസൈസ് ആണിത്. ഇതും ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ എയർ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ എക്സസൈസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുണ്ടായിരിക്കും. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ സ്മൈൽ ലൈൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസ് ആണിത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജോ ലൈൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകാം. വേറെ ഒന്നല്ല, ഫേസ് മസാജസ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓയിലോ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ക്ലൻസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാം, ക്ലൻസർ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ക്ലൻസർ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഈ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക. എന്തെങ്കിലും ഐലൈനറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാം. കാരണം നമ്മൾ കുറച്ച് നേരം അത് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ നമ്മൾ ക്ലൻസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് അലോവേര ജെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് എടുക്കാറുള്ളത്, ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക. കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഫേസ് മസാജ് ഇതൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ഫേസ് മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോ ലൈൻ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫേസ് മസാജാണ് നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിന്നിൻ്റെ ഭാഗം ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ ഇങ്ങോട്ടും ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
നിങ്ങളുടെ ഇഷ്ടം അനുസരണം ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ഗോഷ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെയായിട്ട് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതേ കൈ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ, ഈ വിരലുകൾ വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോഷ ടൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് പൈസ കളയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് കൈ വെച്ച് ചെയ്യണതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഫേസ് മസാജാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മുടെ ഫേസ് ലിഫ്റ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. മൊത്തം ഫേസ് മസാജ് ഇതാണ്. നമ്മുടെ ഫോർഹെഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർഹെഡിലുള്ള റിങ്കിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫേസ് മസാജ് നമ്മുടെ ഈ വിരൽ ഇങ്ങനെ വെക്കുക, 2 വിരൽ അടിയിലും വെക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ മുകളിൽ ചെയ്യുന്ന പോലെ താഴ്ത്തും പോവുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോ ലൈനും കറക്റ്റ് ആവും. ഫേസ് ലിഫ്റ്റ് ചെയ്യാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇനി ലാസ്റ്റത്തെ ഫേസ് മസാജ് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഫിംഗേഴ്സ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മൈൽ ലൈൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേസ് മസാജാണ് കേട്ടോ. അപ്പോൾ ഫേസ് എക്സസൈസസും ഫേസ് മസാജസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. പിന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരണമെന്നില്ല. ഒരു മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. അപ്പോൾ അത് ഡെയിലി ചെയ്യണം. മടി പിടിച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല. ഡെയിലി ചെയ്താൽ ശരിക്കും എന്തായാലും നല്ല റിസൾട്ട് വരും. ഞാൻ 1 മാസം ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അലോവേര ജെൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കിൻ ക്ലൻസിങ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ മുഖത്ത് ഒന്നും ഇല്ലാതെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വരില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഫേസ് മസാജ് ചെയ്യുമ്പോൾ എന്തായാലും ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനെ അലോവേര ജെൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ വിചാരിക്കും, ആദ്യമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇവൾ എന്തോന്നായി ചെയ്യുന്നത്, എന്തൊക്കെ ഇവർ കാണിക്കണമെന്നൊക്കെ വിചാരിക്കും. നമ്മളതൊന്നും മൈൻഡ് ആക്കരുത്. നമുക്ക് നമ്മുടെ മുഖം നല്ല ഷേപ്പായിട്ടും ഫാറ്റൊക്കെ കുറച്ച് കിട്ടണം. അപ്പോൾ അത് മാത്രം ചിന്തിക്കുക. ദീപിക പദുക്കോണ് അവരുടെ ഫേസ് യോഗയാണ് ഈ കാണിക്കുന്നത്. ഫേസ് എക്സസൈസ് അവർ ചെയ്യുന്ന ഫേസ് എക്സസൈസ് ആണ് കാണിക്കുന്നത്. ഡബിൾ ചിന്ന് കുറയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഫേസ് എക്സസൈസ് ആണിത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ശരിക്കും നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. ഫേസ് ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയൊന്നും ഇല്ലാതെ റെഗുലറായിട്ട് ചെയ്യാം. റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കളിയാക്കിയവരുടെ മുന്നിലൊക്കെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാം. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഫേസ് മസാജും ഫേസ് എക്സസൈസും ഒക്കെ ചെയ്ത് നല്ല സുന്ദരന്മാരായിട്ട് നടക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.